വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഓണം സ്പെഷ്യലായിട്ട് മത്തങ്ങ പയർ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ പയർ എടുത്തിട്ടുണ്ട്. വൻപയറാണ്. ഇത്രയും പയറാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം. പയറിൻ്റെ മുകളിൽ കുറച്ച് മുകളിൽ വരെയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 4 വിസിലടിക്കണം. തീ കുറച്ച് വെച്ച് വേണം നമുക്ക് വേവിക്കാനായിട്ട്. അപ്പം ഞാനിത് വേവിക്കട്ടെ. അപ്പോൾ നമുക്കിത് പയർ വെന്തോന്ന് നോക്കാം. പയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മത്തങ്ങ ഇതിലേക്ക് ഇടാം. ഒരു ഇടത്തരം മത്തങ്ങയുടെ പകുതി മത്തങ്ങയാണിത്. ഇത് പയർ കുതിർക്കാത്ത പയർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിസിലടിപ്പിച്ചത്. അപ്പോൾ 4 വിസിലടിച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി കേട്ടോ. നമുക്കിതിലേക്ക് പയറിൽ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 2 വിസിലടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ട് 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്. ഇത് മത്തങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തിടണം. അപ്പോൾ അതിന് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് 4 ചുള വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂക്കണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഉള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ കളറൊന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ നിറമാണ്. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മത്തങ്ങയും പയറും വേവിച്ചത് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് തെറിക്കും, മേത്തേക്ക് തെറിക്കും. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങയും പയറും ചേർത്ത് കൊടുക്കാം.
നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ. അപ്പോൾ ഈ തവണ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്